നമ്മുടെ കണ്ണുകൾ മുകളിലേക്ക്, ഉന്നതങ്ങളിലേക്ക് ഉയർന്നു തുടങ്ങുന്ന ദിവസമാണ്. ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ പഠിപ്പീരല്ല ക്രിസ്തീയത. യാത്രക്കിറങ്ങി പുറപ്പെട്ടവരുടെ ആഗ്രഹമാണ് വീട്ടിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. ആ വീട് നമുക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിലെത്തുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. അവൾ എന്തായിരിക്കുന്നു, അവൾ എന്ത് സ്വീകരിച്ചോ, അവൾ എന്തായിത്തീർന്നോ, ഇതെല്ലാം മിശിഹായിൽ നിന്നാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ സ്വർഗാരോപണവും ഇല്ല. മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അവൾ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ശരീരവും ആത്മാവും തമ്മിലുള്ള ആ കമ്മ്യൂണിയനെ, കൂട്ടായ്മയെ തകർത്തത് പാപമാണ്. അതുകൊണ്ടാണ് മരണം ശരീരത്തെയും ആത്മാവിനെയും വേർപ്പെടുത്തിയത്. പക്ഷേ മിശിഹായുടെ മരണ തിരുവുദ്ധാനങ്ങളിലൂടെ ആ ശരീര ആത്മാവിൻ്റെ ബന്ധം വീണ്ടെടുക്കപ്പെട്ടു. ഫീസ്റ്റ് ഓഫ് അസംഷൻ എന്ന് പറഞ്ഞാൽ സ്നേഹം അതിൻ്റെ യാത്ര പൂർത്തിയാക്കിയതാണ്. ഒരമ്മ കടന്നു പോകാവുന്ന എല്ലാ തകർച്ചകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോയവളെ ഒടുക്കം കർത്താവ് ഉയർത്തുന്നു, സ്വർഗാനുഭവത്തിലേക്ക് ചേർക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനൊരുക്കമായി ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന 15 ദിവസത്തെ ധ്യാന ശുശ്രൂഷ, വാക്കിംഗ് വിത്ത് മേരി ഫ്രം ഇറ്റേണിറ്റി ടു ഹെവൻ. നിത്യതയിൽ നിന്ന് സ്വർഗത്തോളം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മൾ നടത്തുന്ന യാത്രയുടെ 11ാമത്തെ ദിവസം. ഇന്നലെ നമ്മൾ പെന്തക്കുസ്തായിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ ധ്യാനിച്ചു. ഇന്നലത്തെ വാക്ക് ഹോപ്പ് എന്നതായിരുന്നു. ഇന്ന് നമ്മുടെ യാത്രയുടെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 11ാമത്തെ ചുവട് എടുത്തു വയ്ക്കുകയാണ്. 11th സ്റ്റെപ്പ്. ആൻഡ് ദ വേർഡ് ഫോർ ടുഡേ ഈസ് ഗ്ലോറി. മഹത്വമാണ് ഇന്നത്തെ വാക്ക്. നിത്യതയിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ്. സൃഷ്ടിക്ക് മുമ്പേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മറിയമുണ്ട്. മറിയത്തെ ഒരുക്കിയത് അവളുടെ അമലോത്ഭവം. ബേത്ലഹേം നമ്മൾ ധ്യാനിച്ചു, നസ്രത്ത് ധ്യാനിച്ചു. അതിനെ തുടർന്ന് നസ്രത്തിലെ 30 ആണ്ടിൻ്റെ രഹസ്യ ജീവിതം, കാനായിലെ സാന്നിധ്യം, കുരിശൻ ചുവട്ടിലെ മറിയത്തെ, ഒടുവിൽ പെന്തക്കുസ്ത. ഇന്ന് നമ്മുടെ കണ്ണുകൾ മുകളിലേക്ക്, ഉന്നതങ്ങളിലേക്ക് ഉയർന്നു തുടങ്ങുന്ന ദിവസമാണ്. ഇതുവരെ മണ്ണിലൂടെ നടന്നവളെ ധ്യാനിച്ചെങ്കിൽ ഇനി നമ്മൾ അവളെ വിണ്ണിൽ കാണാൻ തുടങ്ങുന്ന ദിവസമാണ്. Christianity is not the teaching. It deals with how to live in the world. ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ പഠിപ്പീരല്ല ക്രിസ്തീയത, മറിച്ച് പ്രിപ്പയറിംഗ് ടു ലിവ് ഫോർ എവർ വിത്ത് ഗോഡ്. ദൈവവുമായി നിത്യമായ കൂട്ടായ്മയിലാകാനുള്ള ക്ഷണമാണ്. നമ്മളിന്ന് ക്രിസ്തീയതയെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട്, ഈ ഭൂമിയിൽ ജീവിക്കേണ്ട പെർസെപ്റ്റ്സ് ആയിട്ട് ഒക്കെ മനസ്സിലാക്കി കളയുന്നുണ്ട്. നിശ്ചയമായും ഇവിടെ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ക്രിസ്തീയതയുടെ പ്രബോധനത്തിലും പരിശീലനത്തിലുമുണ്ട്. അതിൻ്റെ ആത്യന്തിക ഉദ്ദേശം കർത്താവുമായി നിത്യ കൂട്ടായ്മയിൽ ജീവിക്കാനാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി ഇസ് പ്രിപ്പയറിങ് അസ് ടു ലിവ് ഫോർ എവർ വിത്ത് ഗോഡ്. അപ്പോൾ ഈ ക്രിസ്ത്യൻ ലൈഫ് ഒരു തീർത്ഥാടനമാണ്, യാത്രയാണ്. യാത്രക്കിറങ്ങി പുറപ്പെട്ടവരുടെ വലിയ ലോങ്ങിങ് ആണ്, ആഗ്രഹമാണ് വീട്ടിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. ആ വീട് നമുക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും ഡീപ്പസ്റ്റ് ഡിസയർ സാറ്റിസ്ഫൈഡ് ആകാതെ കിടക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കുമ്പോഴും ഡീപ്പ് ഇൻസൈഡ് സ്റ്റിൽ എ ഫീലിംഗ് ഓഫ് വാക്വം. അല്ലെങ്കിൽ നമ്മൾ വലിയ സക്സസ് ആയിട്ട് കരുതി നേടിയെടുത്തത് കുറച്ച് കഴിയുമ്പോൾ ഉള്ളിൽ എവിടെയോ വീണ്ടും ഒരു നഷ്ടബോധത്തിലേക്ക് വരുന്നു. പെർഫെക്റ്റ് ജോയിയാണ് നമ്മൾ തേടുന്നത്, പൂർണ്ണമായ ആനന്ദം. പക്ഷെ അപ്പോഴും നമ്മുടെ എല്ലാ ആഘോഷങ്ങളും പെട്ടെന്നങ്ങ് മങ്ങിപ്പോകുന്നു. സന്തോഷങ്ങൾ, ഒരു സമാധാനം, ഒരു പൂർണ്ണ സമാധാനം നമ്മൾ തേടുകയും എന്നാൽ പലപ്പോഴും ഉത്കണ്ഠയിലേക്ക് നമ്മൾ വഴുതിപ്പോവുകയും ചെയ്യും. ഒരു ശാശ്വത ഭാവം, ഒരു പെർമനൻസ് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ എപ്പോഴും മാറ്റങ്ങളിലാണ് നമ്മുടെ ജീവിതം പോകുന്നത്. അതിൻ്റെ കാരണം we were created for something greater
ദാൻ ദിസ് വേൾഡ് ക്യാൻ ഓഫർ. ആ ധാരണ നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. വി വെയർ ക്രിയേറ്റഡ് ഫോർ സംതിങ് ഗ്രേറ്റർ ദാൻ ദിസ് വേൾഡ് ക്യാൻ ഓഫർ. ഈ ഭൂമിക്ക് നമുക്ക് നൽകാൻ കഴിയുന്നതിനപ്പുറമുള്ളതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരുടെ ദാഹവും വിശപ്പും മാറ്റാൻ ഈ ഭൂമിക്ക് കഴിയില്ല. അതാണ് അഗസ്തിനോസ് പുണ്യാളൻ്റെ ഫേമസ് സെയിങ് ഉണ്ട്. നമ്മളത് പ്രാർത്ഥനയായും പാട്ടായും ഒക്കെ തിരുമുമ്പാകെ അർപ്പിക്കാറുള്ളതാണ്. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിലെത്തുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. നിന്നിലെത്തുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. റെസ്റ്റ്ലെസ്നെസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇവിടെയാണ് ഈ അസംഷൻ എന്നതിൻ്റെ ഐഡിയ വരുന്നത്. സ്വർഗം, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആരംഭിക്കുന്നത് ഈ മൊമെൻറ്റിലാണ്. പക്ഷെ മറിയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് മിശിഹാ തമ്പുരാനെക്കുറിച്ച് സംസാരിക്കണം. കാരണം മറിയത്തിൻ്റെ എല്ലാ മഹത്വവും പുറപ്പെടുന്നത് മിശിഹായിൽ നിന്നാണ്. മേരീസ് ഗ്ലോറി ഫ്ലോസ് ഫ്രം ക്രൈസ്റ്റ്. മറിയത്തിൻ്റെ മഹത്വം പുറപ്പെടുന്നത് മിശിഹായിൽ നിന്നാണ്. ഈശോയാണ് മരണത്തെയും പാപത്തെയും പരാജയപ്പെടുത്തി രക്ഷ നമുക്ക് സാധിച്ചത്. അവനാണ് മനുഷ്യകുലത്തിൻ്റെ ആദ്യ ഫലമായ മിശിഹാ തമ്പുരാൻ. 1 കൊരിന്തോസ് 15:20 നമ്മൾ കാണുന്നത്. അപ്പം മറിയം മിശിഹായിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അവളുടേതായിട്ട് ഒന്നും പൊസസ് ചെയ്യുന്നില്ലെന്ന് തിരിച്ചറിയണം. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ച് വാൺ ചെയ്യുന്ന ഒന്നാണ്, മരിയൻ സ്പിരിച്വാലിറ്റിയിലേക്ക് ഏറെ താല്പര്യം കാണിക്കുന്ന നമ്മളിലേറെ പേർക്ക് ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മേരി പൊസസസ് നത്തിങ് അപ്പാർട്ട് ഫ്രം ഹിം. മിശിഹായിലൂടെയും മിശിഹായിൽ നിന്നുമല്ലാതെ മറിയമൊന്നും ഓൺ ചെയ്യുന്നില്ല, സ്വന്തമാക്കുന്നില്ല. ഇങ്ങനെയാണ് അത് പറയേണ്ടത്. എവറിത്തിങ് ഷീ ഈസ് ഫ്രം ഹിം. മറിയത്തിനുള്ളതൊക്കെ മിശിഹായിൽ നിന്നാണ്. എവറിത്തിങ് ഷീ റിസീവ്ഡ്. ഇങ്ങനെയാണ്, എവറിത്തിങ് ഷീ ഈസ്, എവറിത്തിങ് ഷീ റിസീവ്ഡ്, എവറിത്തിങ് ഷീ ബിക്കെയിം. ഇതെല്ലാം മിശിഹായിൽ നിന്ന്. അവൾ എന്തായിരിക്കുന്നോ, അവൾ എന്ത് സ്വീകരിച്ചോ, അവൾ എന്തായിത്തീർന്നോ, ഇതെല്ലാം മിശിഹായിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കണം. എവറിത്തിങ് ഷീ ഈസ്, എവറിത്തിങ് ഷീ റിസീവ്ഡ്, എവറിത്തിങ് ഷീ ബിക്കെയിം ഈസ് പ്യുവർ ഗ്രേസ് ഫ്ലോവിങ് ഫ്രം ഹെർ സൺ. അവൾ എന്താണോ, അവൾ എന്ത് സ്വീകരിച്ചോ, അവൾ എന്തായിത്തീർന്നോ, അതെല്ലാം അവളുടെ പുത്രനിൽ നിന്ന് ഒഴുകുന്ന കൃപയാലെയാണെന്ന് നമ്മൾ ധ്യാനിക്കണം. അതുകൊണ്ട് അസംഷൻ എന്ന് പറയുന്നത്, സ്വർഗാരോപണം എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് മിസ്റ്ററി ആയിട്ട് രഹസ്യമായിട്ട് ധ്യാനിക്കേണ്ടതല്ല. മറിച്ച് അതിനെ മനസ്സിലാക്കേണ്ട ഏറ്റവും മിശിഹായോട് ചേർന്നുള്ള ഐഡിയ, വൺ മോർ റേ ഓഫ് ഈസ്റ്റർ ലൈറ്റ്. ഉയർപ്പിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു കിരണമാണ് മിശിഹാ തമ്പുരാൻ്റെ തിരുവുദ്ധാനത്തിൻ്റെ പ്രകാശത്തിൻ്റെ കിരണമാണ് പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണം. ഈശോ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ സ്വർഗാരോപണവും ഇല്ല. റിസറക്ഷൻ ഈസ് ദ സൺ ആൻഡ് അസംഷൻ ഈസ് വൺ ഓഫ് ഇറ്റ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ റിഫ്ലക്ഷൻസ്. ഇന്നത്തെ മെയിൻ കോട്ടായിട്ട് നമ്മുടെ തലയിൽ കയറുകയും കുറിച്ചിടുകയും ഒക്കെ ചെയ്യേണ്ട മെയിൻ കാര്യം ഇതാണ്. ഇതിൻ്റെ പിന്നാലെ ഇതുപോലെ ഞാൻ കുറിച്ചിടാൻ പറയുന്ന കാര്യങ്ങൾ വരും. റിസറക്ഷൻ ഈസ് ദ സൺ ആൻഡ് അസംഷൻ ഈസ് വൺ ഓഫ് ഇറ്റ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ റിഫ്ലക്ഷൻസ്. തിരുവുദ്ധാനമാണ് സൂര്യൻ, സ്വർഗാരോപണം ആ സൂര്യപ്രകാശത്തിൻ്റെ ഏറ്റവും സുന്ദരമായ പ്രതിഫലനങ്ങളിൽ ഒന്നാണ്. സഭ പഠിപ്പിക്കുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ഹെർ ലൈഫ്, മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അവൾ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് അവൾ എടുക്കപ്പെട്ടു. ആ എക്സ്പ്രഷൻ്റെ മനോഹാരിത കണ്ടോ? ആത്മശരീരങ്ങളോടെ, ശരീരത്താലും ആത്മാവിനാലും, ശരീരത്തിലും ആത്മാവിലും അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതായത് ദ ഹോൾ ഹ്യൂമൻ പേഴ്സൺ, അവളുടെ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. കാരണം ആരംഭത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ യൂണിറ്റിയിലാണ്, ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും യൂണിറ്റിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പിന്നീട് പാപമാണ് ആ യൂണിറ്റിയെ തകർത്തത്. ശരീരവും ആത്മാവും തമ്മിലുള്ള ആ കമ്മ്യൂണിയനെ, കൂട്ടായ്മയെ തകർത്തത് പാപമാണ്. അതുകൊണ്ടാണ് മരണം ശരീരത്തെയും ആത്മാവിനെയും വേർപ്പെടുത്തിയത്. പക്ഷേ മിശിഹായുടെ മരണ തിരുവുദ്ധാനങ്ങളിലൂടെ
ആ ശരീര ആത്മാവിൻ്റെ ബന്ധം വീണ്ടെടുക്കപ്പെട്ടു. ആൻഡ് ഷീ ഈസ് ദ ഫസ്റ്റ് ഫ്ലവർ ഓഫ് ദ ഹാർവസ്റ്റ്. മറിയത്തിൻ്റെ സ്വർഗാരോപണത്തെ ഏറ്റവും സുന്ദരമായിട്ട് ഈ ഒറ്റ വാക്യം അവതരിപ്പിക്കുന്നില്ലേ? ഷീ ഈസ് ദ ഫസ്റ്റ് ഫ്ലവർ ഓഫ് ദ ഹാർവസ്റ്റ്. വിളവെടുപ്പിൻ്റെ ആദ്യത്തെ പുഷ്പമാണ് അവൾ. ഒരു പൂന്തോട്ടത്തിലെ വിളവെടുപ്പ്, ആ വിളവെടുപ്പിൽ ആദ്യം എടുക്കപ്പെട്ട പുഷ്പമാണ് മറിയം. ഷീ ഈസ് ദ ഫസ്റ്റ് ഫ്ലവർ ഓഫ് ഹാർവസ്റ്റ്. വാട്ട് വി ഹോപ്പ് ഫോർ ഷീ ഓൾറെഡി പൊസസ്സസ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പ്രത്യാശിക്കുന്നത് എന്താണോ, വാട്ട് വി ഹോപ്പ് ഫോർ ഷീ ഓൾറെഡി പൊസസ്സസ്. നമ്മൾ എന്താണോ പ്രത്യാശിക്കുന്നത് അത് മറിയം സ്വന്തമാക്കി കഴിഞ്ഞു. സ്വർഗത്തിൻ്റെ മഹത്വം മറിയം സ്വന്തമാക്കി. അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ അടുത്ത് വരികയാണ്. അസംഷനെ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണത്തെ മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് ദ ഫീസ്റ്റ് ഓഫ് ഹോപ്പ്. അത് പ്രത്യാശയുടെ തിരുനാളാണ് ഈ സ്വർഗാരോപണ തിരുനാൾ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ സ്വർഗത്തിൽ കാണപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ തന്റെ ദർശനത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. ആ സ്ത്രീയെക്കുറിച്ച് സഭയിൽ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, അത് മിശിഹായെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ രൂപമാണെന്ന് പറയുന്നുണ്ട്. ഒപ്പം ലോകത്തിന് മിശിഹായെ സമ്മാനിക്കുന്ന സഭയുടെ രൂപമാണെന്ന് പറയുന്നുണ്ട്. ഒപ്പം അത് രക്ഷകന്റെ അമ്മയായ മറിയത്തിൻ്റെ സൂചനയാണെന്നും പറയുന്നു. അപ്പോൾ മറിയത്തെ യോഹന്നാൻ എവിടെ കാണുന്നതായിട്ടാണ്? സ്വർഗത്തിൽ കാണുന്നതായിട്ടാണ്. മറിയം ഇനി ഭൂമിയിലല്ല, അവൾ സ്വർഗത്തിൽ. അവൾ തോൽപ്പിക്കപ്പെട്ടവൾ, പരാജയമടഞ്ഞവളല്ല, മറിച്ച് അവൾ വിജയശ്രീലാളിതയായി സ്വർഗത്തിൽ ആയിരിക്കുന്നു. അവളെ നമ്മൾ ഇനി കാണുന്നത് വിലപിക്കുന്നവളായിട്ടല്ല. ഷീ ഈസ് ക്ലോത്ത്ഡ് ഇൻ ഗ്ലോറി. മഹത്വത്തിൻ്റെ വസ്ത്രമണിഞ്ഞ് അവളെ കാണുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ കണ്ടവളെ നമ്മളിപ്പോൾ സ്വർഗത്തിൽ കാണുന്നു. അവളുടെ കണ്ണീര് മാഞ്ഞു. അവളിലൂടെ അവളുടെ ഹൃദയം പിളർന്ന വാള് അതിൻ്റെ പർപ്പസ് പൂർത്തിയാക്കി. അതുകൊണ്ട് ഈ തീർത്ഥാടനം അവൾ പൂർത്തിയാക്കുന്നു. നമ്മൾ ആദ്യം മെൻഷൻ ചെയ്ത ആ തീർത്ഥാടനം അവൾ പൂർത്തിയാക്കുന്നു. The mother who carried Christ into the world is now carried into the fullness of his glory. മിശിഹായെ ഭൂമിയിലേക്ക് സ്വീകരിച്ചവളെ മിശിഹ സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. മിശിഹായെ ഭൂമിയിലേക്ക് സ്വീകരിച്ചവളെ മിശിഹ തമ്പുരാൻ സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. ബേത്ലഹേമിൽ അവൾ പൈതലിനെ കരങ്ങളിലെടുത്തെങ്കിൽ ഇപ്പോൾ മിശിഹ അവളെ സ്വർഗത്തിലേക്ക് എടുക്കുന്നു. ബേത്ലഹേമിൽ പുൽത്തൊട്ടിയിൽ അവൾ കിടത്തിയെങ്കിൽ ഇപ്പോൾ സ്വർഗസിംഹാസനത്തിൽ രാജ്ഞിയായി വാഴിച്ച് മറിയത്തെ മകൻ ഇരുത്തുന്നു. ലവ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് ജേർണി. ഫീസ്റ്റ് ഓഫ് അസംഷൻ എന്ന് പറഞ്ഞാൽ സ്നേഹം അതിൻ്റെ യാത്ര പൂർത്തിയാക്കിയതാണ്. ലവ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് ജേർണി. തിരുസഭ 1950 1950, അതായത് 1076 വർഷമാകുന്നേ ഉള്ളൂ. തിരുസഭ 1950 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിശ്വാസത്യമായി പ്രഖ്യാപിച്ചതെങ്കിലും സഭാപിതാക്കന്മാർ ആദ്യം മുതലേ ഇതിനെ ധ്യാനിച്ചിരുന്നു. സഭയുടെ ആരംഭകാലം തൊട്ടേ, പ്രത്യേകിച്ച് ജോൺ ദ മെഷീൻ, സഭാപിതാവായ ജോൺ ദ മെഷീൻ പറയുന്നു, ഉദരത്തിൽ വഹിച്ചവളെ, മിശിഹായെ ഉദരത്തിൽ വഹിച്ചവളെ സ്വർഗത്തിൽ ഇരുത്തേണ്ടത് അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിരുന്നു. ഇറ്റ് വാസ് ഫിറ്റിംഗ് ഫോർ മെസയ എന്നാണ്. മിശിഹായിക്ക് ചേരുന്നതായിരുന്നു. തന്നെ ഭൂമിയിൽ ഉദരത്തിൽ വഹിച്ചവളെ സ്വർഗത്തിലിരുത്തുന്നത് മിശിഹായിക്ക് നിരക്കുന്നതായിരുന്നു, മിശിഹായിക്ക് ചേരുന്നതായിരുന്നു. അതിനെ ജോൺ നമ്പഷീൻ അവതരിപ്പിക്കുന്നത് ദ ബ്യൂട്ടി ഓഫ് ഗോഡ്സ് സേവിങ് പ്ലാൻ എന്നാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ സൗന്ദര്യം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത് സഭ കാലങ്ങളായി ധ്യാനിക്കുന്നത്, ഏറ്റുപറയുന്നത് ആണെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് 12-ാം പിയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് 1950 മൂനിഫിച്ചെന്തേസിമൂസ് ദേവൂസ് എന്ന തിരുവെഴുത്തിലൂടെയാണ് ഈ സ്വർഗാരോപണത്തെ വിശ്വാസത്യമായി സഭ ഏറ്റുപറയുന്നത്. അവിടെ ആത്മശരീരങ്ങളോടെ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് സഭ പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സഭയുടെ വിസ്ഡമാണ്. തിരുസഭയുടെ വിസ്ഡം, ജ്ഞാനം അവിടെ വെളിപ്പെടുന്നു. കാരണം ഹൗ ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ളതല്ല അവിടെ നമ്മുടെ വർണ്ണന, അതെങ്ങനെ നടന്നു എന്നുള്ളതല്ല, മറിച്ച് വാട്ട് ഗോഡ് ഹാസ് അക്കംപ്ലിഷ്ഡ്, മറിയത്തിൽ ദൈവം പൂർത്തിയാക്കിയത് എന്താണ് എന്നതാണ്. ദ മിസ്റ്ററി റിമെയിൻസ്
സറൗണ്ടഡ് ബൈ റെവറൻറ്റ് സൈലൻസ്. അതായത് ഒരു രഹസ്യമാണ്, ആ രഹസ്യത്തെ ആദരപൂർവമായ ഒരു നിശബ്ദത പൊതിയുന്നു. രഹസ്യങ്ങളെ ക്യൂരിയോസിറ്റിയോടുകൂടിയല്ല സമീപിക്കേണ്ടത്, മറിച്ച് ആരാധനയോടെയാണ്. അതാണ് പൗരസ്ത്യ സഭകൾ ഈ രഹസ്യങ്ങളെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. രഹസ്യത്തിൻ്റെ മുമ്പിലുള്ള ഭാവം ഇതിൻ്റെ അകത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ജിജ്ഞാസയാകരുത്, മറിച്ച് അതിൻ്റെ പുറത്ത് നിന്ന് ആദരവോടെ അതിനെ വണങ്ങുന്ന ആരാധനയുടെ ഭാവമാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതുവരെ മറിയം നടന്നത് എളിമപ്പെട്ട് താഴേക്കാണെങ്കിൽ ഇപ്പോൾ അവളുടെ പുത്രൻ അവളെ മുകളിലേക്ക് ഉയർത്തുന്നു. അവൾ സ്വർഗാരോപിത ആകുന്നു. എളിയവരെ അവിടുന്ന് ഉയർത്തി എന്ന അവളുടെ സ്തോത്രഗീത വരികൾക്ക് ദൈവം കൊടുത്ത വ്യാഖ്യാനമാണ് അവളുടെ സ്വർഗാരോപണം. എളിയവരെ കർത്താവ് ഉയർത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ട മറിയം കടന്നുപോയ അനുഭവങ്ങളെ ഓർക്കണേ. നസ്രത്തിൽ ഒന്നും അറിയാതെ ദൈവത്തിൽ ശരണപ്പെട്ട് അവൾ പറഞ്ഞ ഫിയാത്ത്, ബേത്ലഹേമിൻ്റെ പരിമിതികൾ, ഈജിപ്തിലേക്കുള്ള പലായനത്തിൻ്റെ കാഠിന്യം, നസ്രത്തിലെ രഹസ്യ ജീവിതം, നിശബ്ദയായി ജീവിച്ചത്, അവൻ്റെ പരസ്യജീവിത കാലത്ത് അവൻ ഏൽക്കേണ്ടി വന്ന ആരോപണങ്ങൾ അവളുടെ ഹൃദയത്തെ മുറിച്ചത്, കാൽവരിയിൽ അവൾ നിൽക്കേണ്ടി വന്ന നിപ്പ്, ഒരമ്മ കടന്നു പോകാവുന്ന എല്ലാ തകർച്ചകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോയവളെ ഒടുക്കം കർത്താവ് ഉയർത്തുന്നു, സ്വർഗാനുഭവത്തിലേക്ക് ചേർക്കുന്നു. ഇന്നത്തെ സഹനങ്ങൾ നാളെ മഹത്വമാണ് എന്നത് കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്തിൻ്റെ കിരണമാണ്. അത് നമ്മളിലേക്കും എത്തും. നമുക്കെന്താണോ സംഭവിക്കേണ്ടത് അത് നമുക്ക് മുമ്പേ അനുഭവിച്ചവളാണ് മറിയം, സ്വർഗം എന്ന് തിരിച്ചറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഞങ്ങളുടെ യാത്രയുടെ 11-ാം നാൾ പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണത്തെ ധ്യാനിച്ച ഈ ദിവസം സ്വർഗം നോക്കി നടക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. വിളവെടുപ്പിൻ്റെ ആദ്യപുഷ്പമായ മറിയം ഞങ്ങളെയും പ്രചോദിപ്പിക്കട്ടെ. നിന്റെ ഉദ്ധാനത്തിൻ്റെ കിരണം മറിയത്തിൻ്റെ മേൽ വീണതുപോലെ ഞങ്ങളുടെ മേലും അത് പതിക്കുകയും ഞങ്ങളും സ്വർഗം പ്രാപിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.